ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. വി ഡി അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ജനപിന്തുണയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം വി ഡി സതീശൻ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായി നിന്ന് ജനങ്ങളുടെ മുന്നിൽ നിന്ന് ആ ഒരു ജനങ്ങളുടെ പങ്കാളിത്തം നേടിയെടുത്ത നേതാവാണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കെ സി എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ ഇലക്ഷൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പണസംബന്ധമായ കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം കെ സി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നേരിട്ട് ജനങ്ങളുമായിട്ടുള്ള ഒരു പ്രസൻസ് കെ സിക്കില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം. ഹൈക്കമാൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണെന്ന് ചോദിച്ചാൽ കെ സി ഒക്കെ തന്നെയാണ്. പക്ഷേ ഹൈക്കമാൻഡ് മാറി ചിന്തിച്ചു. ജനങ്ങളുടെ ഒരു ഇഷ്ടമാണ്, ജനങ്ങളുടെ വികാരമാണ് സത്യം പറഞ്ഞാൽ ഹൈക്കമാൻഡ് ഇപ്രാവശ്യം അത് നോക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ഹൈക്കമാൻഡിനെ സമ്മതിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ തീരുമാനം, ഇത്രയും ദിവസം നീണ്ട ചർച്ചയ്ക്കൊടുവിലെടുത്ത തീരുമാനം പൂർണ്ണമായിട്ടും നല്ലതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി മൂന്നാമതൊരു കാര്യം, എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഇന്ന് കോൺഗ്രസിന്റെ ഏറ്റവും സമ്മോന്നതരായ നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഒരു നേതാവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇന്ന് പ്രസന്റ്ലി ഈ വി ഡി സതീശനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ജനപിന്തുണ വളരെ 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 കുറവാണ്. നമുക്കറിയാം, പിണറായി 2ാം ഗവൺമെന്റ് ഭരണത്തിലേക്ക് കയറുന്ന ആ ഒരു വർഷം നടന്ന ഇലക്ഷനിൽ രമേശ് ചെന്നിത്തലയായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് മുഖ്യമന്ത്രി ആയിരുന്നേനെ 100%. കാരണം അദ്ദേഹം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. ആ പ്രതിപക്ഷ നേതാവായിരുന്നിരുന്ന ജനങ്ങളുമായിട്ട് നല്ല സമ്പർക്കത്തിൽ നിന്ന് ഇലക്ഷൻ നേരിട്ടു. പക്ഷേ അദ്ദേഹത്തിന് നിർഭാഗ്യം എന്ന രീതിയിൽ അന്ന് ജയിച്ചത് പിണറായി സർക്കാരായിരുന്നു. സോ അതുകൊണ്ടാണ് കോൺഗ്രസിന് ഹൈക്കമാൻഡ് പ്രതിപക്ഷ നേതാവിനെ മാറ്റി വി ഡി സതീശനിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ഒരു വി ഡി സതീശനെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി തന്നെ ആക്കുക എന്നുള്ള രീതിയിലാണ് ഹൈക്കമാൻഡ് പിന്നെയും പിന്തുടർന്നത്. അതല്ലെങ്കിൽ നിർഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നേനെ. ഒരു വലിയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് അണികളുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ എത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിൽ മറ്റ് 2 നേതാക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും MLA-മാർക്കിടയിലാണെങ്കിൽ പോലും രമേശ് ചെന്നിത്തലയ്ക്ക് അത്രയ്ക്കുള്ള പിടിപാടില്ല എന്നുള്ള കാരണം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ഒഴിവാക്കിയത്. രമേശ് ചെന്നിത്തല ഇപ്പോഴും പറയുന്ന ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. കാരണം നേരത്തെ ഹൈക്കമാൻഡ് ആ ഒരു രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം ബംഗളൂരുവിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ആ മുഖ്യമന്ത്രി പദത്തിനോടനുബന്ധിച്ചുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബംഗളൂരിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ